മാടായി പഞ്ചായത്ത് ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ ഇനി IT മേഖലയിൽ ജോലി ചെയ്യും. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT കമ്പനിയുമായി സഹകരിച്ചാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് അവിടെ ജോലി ചെയ്യുവാനായി പരിശീലനം നൽകുന്നത്. ഭിന്നശേഷി കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. IT മേഖലയിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി കമ്പനിയിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. തുടക്കത്തിൽ 18 പേർക്കാണ് പരിശീലനം നൽകുന്നത്. അതിനുവേണ്ട ലാപ്ടോപ്പുകൾ കമ്പനി തന്നെ നൽകിയിട്ടുണ്ട്. IT പരിശീലനം ലഭിക്കുന്നതിൽ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാണ്. ഏറെ ശ്രദ്ധയോടെയാണ് അവർ അധ്യാപകരെ കേൾക്കുന്നത്. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ നിർവഹിച്ചു. നമ്മുടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇനി കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല പ്രാവീണ്യം നേടിക്കൊണ്ടുള്ള അവരുടെ തൊഴിൽ മേഖല കണ്ടെത്താനുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. സാധാരണ കുട്ടികളെ പോലെ ഇവരെയും സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ നിഷ എടമന പറഞ്ഞു. ഏറ്റവും കൂടുതലായിട്ട് ആദ്യത്തെ 5 പേർ മികച്ചു നിൽക്കുന്ന 5 പേർക്കാണ് ആദ്യമായി അവർ ജോലി നൽകുന്നത്. ഇപ്പോൾ കുട്ടികൾ പരിശീലനം നേടിയിരിക്കുന്നത് ബിസിനസ് സ്ഥാപനങ്ങളിലുള്ള ഡാറ്റാസ് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് കൊടുക്കുന്നത്. ചടങ്ങിൽ വെച്ച് സ്മാർട്ട് ബോർഡിന്റെ ഉദ്ഘാടനവും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ റഷീദ ഒടിയിൽ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി VP അജിത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.